ഹലോ കൂട്ടുകാരി, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയതാണ്. നമുക്ക് ഉച്ചക്കൾക്ക് മത്തിയുണ്ട്, പൂളുണ്ട്, നെത്തലിതോ മീനുണ്ട്. ഒക്കെ ഫ്രിഡ്ജിൽ നിന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതാ ദോശ ഉണ്ടാക്കുന്നത്. ഈ ദോശയാണ്. കറിക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ദോശയ്ക്ക് മുട്ട ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ കരിയപ്പിന്നിട്ട് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഇങ്ങനെ വാടിയും കൊണ്ടേ ഇരിക്കുന്നുണ്ടേ. വാടി ഇങ്ങനായി. ഇതിൽ കുറച്ച് വെള്ളം വെച്ചെടുക്കാം. മുട്ട റോസ്റ്റ് കൂടെ റെഡിയായി. ചേമ്പും തണ്ട് പൂളയിലിടാൻ വേണ്ടി ചേമ്പും തണ്ട് അരിഞ്ഞതായി ചെറിയ കുഞ്ഞാക്കി അരിഞ്ഞ് അതിന് കഴുകി ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് പൂളയിലിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഏതാണ്ട് ഇത് തിളപ്പിക്കാൻ വേണ്ടി ഇത് വെച്ചതാണ്. ഇത് തിളച്ചിട്ട് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് പൂളയ്ക്ക് ഇട്ട് കൊടുക്കാൻ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇതൊക്കെ, നല്ലതാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഈ ചേമ്പ് കുഴിച്ചിട്ട് തന്നെ തണ്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തത്. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ ചേമ്പിൻ തണ്ട് നല്ലോണം തിളച്ച് വന്നിക്കണം. ഇനി നമുക്കത് ഊറ്റ കൊട്ടയിലേക്ക് എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് പൂളയ്ക്ക് ഇട്ടു വെച്ച് ഇങ്ങനെതാ പൂള, മത്തി, ചേമ്പുതണ്ട് എല്ലാം കൂടെ കുക്കറിലിട്ട് കുക്കർ നിറഞ്ഞിക്കണം. ചെറിയ കുക്കറാട്ടോ. കുക്കർ നിറഞ്ഞ് ഫുള്ളായിക്കണം. ഇപ്പോൾ കുക്കർ മാറ്റണമെന്നില്ല, അങ്ങനെ തന്നെ അടച്ചേക്കാൻ വേണ്ടി പോവുകയാണ്. ആ പൂള കൂട്ടാനൊക്കെ വെന്ത് ഇവിടെ റെഡി കഴിഞ്ഞ് നമുക്ക് തേങ്ങയിലേക്ക് വെച്ചെടുക്കാം. തേങ്ങ വെച്ച് ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാനതെല്ലാം ഉടച്ച് നല്ല സാറായിട്ട് ഉടഞ്ഞ് പാകമായിരിക്കുന്ന പൂളക്കറി റെഡിയായി. ഇത് ചപ്പാത്തിക്കോ പൂച്ചക്കോ ഒക്കെ കൂട്ടാം. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. നാടൻ ചേമ്പിൻ്റെ തണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. ട്രൈ ചെയ്യണേ എല്ലാവരും. ഇത് ഉണ്ടാക്കി നോക്കണ്ടി. അടിപൊളി ടേസ്റ്റാണ്.